എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻ്ററിൻ്റെ ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ എന്ന TV പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ ഈ TV പ്രോഗ്രാമിലൂടെ നിങ്ങളെ കാണുവാൻ, നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയ ദൈവത്തിൻ്റെ കരുണകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നിങ്ങൾ ഈ പ്രോഗ്രാം വളരെ ശ്രദ്ധയോടുകൂടെ കാണുക. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വേദപുസ്തകമുള്ള എല്ലാവരും വേദപുസ്തകം തുറന്നാട്ട് ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ വായിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഒരിക്കൽ കൂടെ ആ വാക്യം വായിക്കുകയാണ്. 42-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. എല്ലാരും ചേർന്ന് പറഞ്ഞ് ഉദ്ദേശം. ഇയ്യോബിനെ ഉദ്ദേശിച്ച എന്തോ ഒന്ന് അവന്റെ വീട്ടിൽ വന്നത് കാറ്റ്, ശബയ. കുറച്ച് പേര് ഇയ്യോബിനെ ഉദ്ദേശിച്ച് വന്ന, പക്ഷെ ഉദ്ദേശിച്ച പോലൊന്നും നടന്നില്ല. ഒരാമയും പറഞ്ഞേ, നിന്റെ വീട്ടിൽ ആര് ഉദ്ദേശിച്ച് എന്തിന് വന്നോ ആ അവരുടെ ഉദ്ദേശം നടക്കത്തില്ല. ദൈവത്തിൻ്റെ ഉദ്ദേശം നടക്കാൻ പോവാ. മനസ്സിലാവുന്നവർ മാത്രം ആമയും പറഞ്ഞേ. ഇന്ന് രാവിലെ ചില ഉദ്ദേശങ്ങളൊക്കെ ഇവിടെ പൊട്ടാൻ പോവാ. മന്ത്രവാദത്തിൻ്റെ ഉദ്ദേശങ്ങൾ പൊട്ടാൻ പോവാ. ആഭിചാരകന്റെ ഉദ്ദേശം പൊട്ടാൻ പോവാ. ദുഷ്ട പിശാചിന്റെ ഉദ്ദേശം പൊട്ടാൻ പോവാ. നിന്റെ ശരീരത്തിലുള്ള ക്യാൻസറിന്റെ ഉദ്ദേശം പൊട്ടാൻ പോവാ. ദൈവത്തിന്റെ ഉദ്ദേശം മാത്രമേ നടക്കത്തുള്ളെന്ന് ഉറപ്പുള്ള ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. ഇന്ന് രാവിലെ ചില വീട്ടിൽ ദൈവത്തിന്റെ ഉദ്ദേശം നിറവേറാൻ പോവാ. ചില കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ ഉദ്ദേശം നിറവേറാൻ പോവാ. നിങ്ങൾ വിശ്വസിച്ചോ? നിങ്ങളുടെ വീട്ടിൽ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ഉദ്ദേശമേ നടക്കത്തുള്ളൂ. ആരുടെ ഉദ്ദേശം? ദൈവത്തിൻ്റെ. നിനക്കെതിരെ ആഭിചാരം ചെയ്ത ഉദ്ദേശം നടക്കത്തില്ല. നിനക്കെതിരെ അസൂയക്കാരൻ പറയുന്ന ഉദ്ദേശം നടക്കത്തില്ല. നിനക്കെതിരെ മന്ത്രവാദി പറയുന്ന ഉദ്ദേശം നടക്കത്തില്ല. നിനക്കെതിരെ പിശാച് പറയുന്ന ഉദ്ദേശം നടക്കത്തില്ല. നിനക്ക് അനുകൂലമായി ഇന്ന് രാവിലെ ദൈവം പറയുന്ന ഉദ്ദേശം നടക്കുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുക. ഇയ്യോബിന് ഇത് മനസ്സിലാകാൻ വേണ്ടി 40 അധ്യായം എടുത്തു. 40 അധ്യായത്തിലും ഇയ്യോബിന് മനസ്സിലായില്ല ദൈവത്തിൻ്റെ ഉദ്ദേശമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് ഉദ്ദേശം ഇല്ലാതെ ഒന്നും നടക്കില്ല. അപ്പൊ സ്തോത്രം ചെയ്യാം അല്ലേ? ആ രോഗം ദൈവത്തിൻ്റെ ഉദ്ദേശമാണ്. ആ തകർച്ച ദൈവത്തിൻ്റെ ഉദ്ദേശമാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, നഷ്ടപ്പെട്ടത് ദൈവത്തിൻ്റെ ഉദ്ദേശമാണ്. ആമേൻ പറയോ? തോറ്റുപോയതോ ദൈവത്തിൻ്റെ ഉദ്ദേശമാണ്. തകർന്നു പോയതോ ദൈവത്തിൻ്റെ ഉദ്ദേശമാണ്. ഇയ്യോബിനോട് ഞാൻ ചോദിച്ചു, എന്താ മക്കള് ചത്തുപോയത്? ഇയ്യോബ് പറഞ്ഞു, ദൈവത്തിൻ്റെ ഉദ്ദേശമാണ്. എന്താ 500 കാളയെ ശബയാറ് പിടിച്ചോണ്ട് പോയത്? ഇയ്യോബ് പറഞ്ഞു, ദൈവത്തിൻ്റെ ഉദ്ദേശമാണ്. ഞാൻ ഇയ്യോബിനോട് ചോദിച്ചു, അതെന്തോ ഉദ്ദേശമാ? ഇയ്യോബ് എന്നോട് പറഞ്ഞു, ഇരട്ടി തരാനുള്ള ഉദ്ദേശമാണ്. ഒന്ന് ചിരിച്ചോണ്ട് പറഞ്ഞു, ഇരട്ടി തരാനുള്ള ഉദ്ദേശമാ. ഇരട്ടി തരാനുള്ള ഉദ്ദേശമാ. ഒന്ന് ആർത്തു വിളിച്ചു ദൈവത്തിന് സ്തോത്രം പറഞ്ഞ്. നീ ഇന്ന് രാവിലെ ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ കൂടെ നടക്കുന്നേ. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഇന്നലെ രാത്രി എൻ്റെ പ്രാർത്ഥനാ മുറി പരിശുദ്ധാത്മാവ് പറഞ്ഞു, മോനെ, ദൈവത്തിന്റെ ഉദ്ദേശമില്ലാതെ ജീവിതത്തിൽ ഒന്നും നടക്കത്തില്ല. ഇതെല്ലാം ദൈവത്തിന്റെ ഉദ്ദേശമാണ്. കൈ കൊടുത്തൊന്ന് ചിരിച്ചോണ്ട് പറഞ്ഞ്, ഇതെല്ലാം ദൈവത്തിന്റെ ഉദ്ദേശമാണ്. നമുക്ക് മനസ്സിലാവുന്നില്ലെന്നേ ഉള്ളൂ. നമ്മൾ വിചാരിക്കുന്ന, നെഞ്ചത്തടിച്ചിട്ട് ചോദിക്കുന്ന, എന്താ ഇങ്ങനായെന്ന്? ഉദ്ദേശമാണ്.
അറിയുന്നില്ല നമ്മൾ ഉദ്ദേശമായത്. ശബയാറ് വിചാരിച്ച് പിടിക്കാൻ വന്നപ്പോൾ ശബയാറ് വിചാരിച്ച് ഞങ്ങൾ വിജയിച്ചെന്ന നിനക്ക് തെറ്റിപ്പോയി. ഇതിന്റെ പിൻപിൽ ചരട് വലിക്കുന്നത് പിശാചല്ല, ഇതിന്റെ പിൻപിൽ ചരട് വലിക്കുന്നത് ദൈവമാ. ഇതിന്റെ പിൻപിൽ അണിയറയിൽ പ്രവർത്തിക്കുന്നത് ദൈവമാ. എത്ര പേർക്ക് ഉറപ്പുണ്ട് നിന്റെ ജീവിതത്തിൽ എന്തു നടന്നാലും അതിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നത് ദൈവമാ? ഇന്ന് രാവിലെ നിങ്ങൾ ഉറച്ചിട്ട് ഇവിടുന്ന് പോകാവൂ. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് നടന്നാലും അതിൻ്റെ പിൻപിലത്തെ അണിയറ പ്രവർത്തകൻ ദൈവമാ. ഇസ്രായേൽ മക്കളെല്ലാം കൂടെ മിസ്രൈമിൽ നിന്ന് വരുന്നൊരു വരവുണ്ട്. കൈ കൊടുത്ത് പറ, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെന്ന് പറ, ചിരിച്ചോണ്ട്. ദൈവത്തിൻ്റെ 4 ഉദ്ദേശമാണ് പരിശുദ്ധാത്മാവിന് നിങ്ങളെക്കുറിച്ച്. ഒന്നാമത്തെ ഉദ്ദേശം, മക്കളില്ലാത്തവനെ രാജ്യമാക്കുന്ന ഉദ്ദേശം. രാമീൻ പറ. നാട്ടുകാര് കണ്ടവരെല്ലാം മച്ചിന്ന് വിളിച്ചു, വന്ധ്യത ഉള്ളവളെന്ന് വിളിച്ചു, സ്വർഗം അവളെ നോക്കി വിളിച്ചൊരു രാജ്യമാകാൻ പോവാന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ നിന്നെ നോക്കി നാട്ടുകാര് പറയുന്നത് അല്ല ദൈവത്തിന് പറയാനുള്ളത്. നിന്റെ കുടുംബത്തെ നോക്കി ദൈവത്തിന് ഇന്ന് രാവിലെ എന്തോ ഒന്ന് പറയാനുണ്ട്. നിന്റെ കുടുംബത്തെ നോക്കി പരിശുദ്ധാത്മാവിന് ഒന്ന് കരമടിച്ചൊന്ന് അന്യഭാഷ പറഞ്ഞ് ഇന്ന് രാവിലെ നിന്റെ കുടുംബത്തെ നോക്കി പരിശുദ്ധാത്മാവിന് എന്തോ ഒന്ന് പറയാനുണ്ട്. നിന്റെ തലമുറയെ നോക്കി പരിശുദ്ധാത്മാവിന് ഇന്ന് രാവിലെ എന്തോ ഒന്ന് പറയാനുണ്ട്. ഉറപ്പുള്ള ദൈവമക്കൾക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിന് നിന്നെ കുറിച്ച് എന്തോ ഒന്ന് പറയാനുണ്ട്. നിന്റെ കൂടാരത്തെ കുറിച്ച് ആത്മാവിന് പറയാനുണ്ട്. അമ്മച്ചിയെ അപ്പച്ചനെ കുറിച്ച് നാട്ടുകാരെ കളിയാക്കി പറഞ്ഞു മക്കളില്ലാത്തവര്, ഇനി മക്കളുണ്ടാവാൻ സാധ്യതയില്ലാത്തവര്. പക്ഷെ കർത്താവ് പറഞ്ഞു എനിക്കൊരു ഉദ്ദേശമുണ്ട്. ഇന്ന് രാവിലെ എല്ലാ തോൽവികൾക്കും ഇടയും പിൻപിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ദൈവത്തിന് ഉദ്ദേശമുണ്ട്. 2, എവിടെയും വളയുന്നവനെ ഞാങ്ങണ എന്നായി പുള്ളിയുടെ പേര്, ഞാങ്ങണ. ഇവനെ പാറ കഷ്ണമാക്കാൻ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഞാൻ അത് വായിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഒരു 4 കാര്യം ഒന്ന് തൊടുകുറിയായിട്ട് പറഞ്ഞേക്കാം. നിങ്ങൾ പുസ്തകത്തിൽ നോക്കിയേ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 42-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 42-ാമത്തെ വാക്യം. അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി നീ യോഹന്നാന്റെ പുത്രനായ ശീമോനാകുന്നു, നീ യോഹന്നാന്റെ പുത്രനായ ശീമോനാകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകും എന്ന് പറഞ്ഞു. നീ ഇപ്പം ആരാ, നാളെ നീ ആരാകും. ഇതിന്റെ പേരാ പ്രവചനം. ഒരാമീൻ പറഞ്ഞേ. 1, നിന്റെ പ്രസന്റ് കണ്ടീഷൻ. 2, നാളെ നിനക്ക് സംഭവിക്കാൻ പോകുന്ന നിന്റെ ഭാവിയുടെ വാഗ്ദാനം പരിശുദ്ധാത്മാവ് പറയുക. അവനെ യേശുവിൻ്റെ അടുത്ത് കണ്ടിട്ടൊന്നുമില്ല. പറഞ്ഞു നീ ശീമോനാ, യോഹന്നാന്റെ മകനായ ശീമോനാ നീ. നിന്റെ പേരിൻ്റെ അർത്ഥം ഞാങ്ങണെന്ന് വളയുന്നവനാ നീ. പക്ഷെ നിന്നെ ഞാൻ പാറയാക്കും. നീ ഇപ്പം വളയും, പക്ഷെ ഒരുത്തനും നിന്നെ വളയ്ക്കാൻ പറ്റാത്ത പോലെ പാറ കഷ്ണമാക്കി നിന്നെ ഞാൻ മാറ്റും. ഒരു മിനിറ്റ് ഒന്ന് കൈ ഉയർത്തി ഒന്ന് സ്വത്രം പറഞ്ഞേ. ഇന്ന് രാവിലെ ചിലർ ഇതിനകത്ത് പാറ കഷ്ണമായി മാറും. ഇനി ഞാങ്ങണയ്ക്കും പാറ കഷ്ണത്തിനും ഇടയ്ക്ക് എന്തോ ഒരു പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. ഞാങ്ങണയുടെ പ്രത്യേകത കാറ്റടിച്ചാൽ കാറ്റ് അടിക്കുന്നിടത്തോട്ട് വളയും. പറഞ്ഞ് കാറ്റടിച്ചാൽ ചിലരങ്ങനെ കാറ്റ് ഇപ്പോഴും ചിലർ അങ്ങനെ വളയുന്നവരുണ്ട്. സ്വത്രം പറഞ്ഞു. നിങ്ങൾ കേട്ടെ, കാറ്റ് എങ്ങോട്ടടിച്ചാലും അങ്ങോട്ട് ആര് വളയും? ഞാങ്ങണ. പാട്ടുകാരൻ കാറ്റടിച്ചപ്പോൾ അങ്ങോട്ട് വളഞ്ഞു, പ്രവാചകി കാറ്റടിച്ചപ്പോൾ ഇങ്ങോട്ട് വളഞ്ഞു, ലബര് കാറ്റടിച്ചപ്പോൾ അങ്ങോട്ട് വളഞ്ഞു, കാവടിക്കാരൻ കാറ്റടിച്ചപ്പോൾ അങ്ങോട്ട് വളഞ്ഞു. പക്ഷെ യഥാർത്ഥ വിശ്വാസി ആര് കാറ്റടിച്ചാലും വളയത്തില്ല. ഒരു നല്ല ആമീൻ പറഞ്ഞേ. ചെല്ലങ്ങനല്ലേ, ഇവിടെ ഒന്നും പറ്റിയില്ല, അവിടെ പോയി നോക്ക്. എടാ അവിടുന്ന് കഴിഞ്ഞിട്ടാ ഇവിടോട്ട് വന്നേ. സ്വത്രം പറ. എല്ലാ ഇടപാടും കഴിഞ്ഞിട്ടാ ദൈവം നിന്നെ ക്രിസ്തു എന്ന പാറയിൽ ഉറപ്പിച്ചേ. ഇന്ന് രാവിലെ ചിലതിനെ കർത്താവ് ഉറപ്പിക്കാൻ പോവാ.
ഒന്ന് കൈ ഉയർത്തി ആമേൻ പറഞ്ഞ് ഇന്ന് രാവിലെ ചിലതിനകത്ത് തുറക്കാൻ പോവാ. ഒരു കാറ്റിനും കുലുക്കാൻ പറ്റാത്ത, ഒരു അനർത്ഥത്തിനും കുലുക്കാൻ പറ്റാത്ത, ഒരു ശക്തിക്കും കുലുക്കാൻ പറ്റാത്ത, ഒരു മന്ത്രവാദത്തിനും കുലുക്കാൻ പറ്റാത്ത ഒരു ശക്തിയായി നീ മാറാൻ പോവാ. ഇന്ന് രാവിലെ ചില വ്യക്തികൾ പാറ കഷ്ണമായി മാറും. പരിശുദ്ധാത്മാവിനോട് പറയാ, ശീമോനെ കണ്ടപ്പോ യേശു പറഞ്ഞു, വായിച്ച വാക്യം, അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു കേട്ടോ, വന്നതല്ല കൊണ്ടുവന്നതാ. യേശു അവനെ നോക്കി. ഇവനെ എന്നാ പറഞ്ഞോണ്ടാ കൊണ്ടുവന്ന? ആ പാരഗ്രാഫിന്റെ ആദ്യം വായിച്ചേ, പാരഗ്രാഫിന്റെ ആദ്യം. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച് 2 പേരിൽ ഒരുത്തൻ ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. അവൻ തന്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ട് അവനോട്, ഞങ്ങൾ മിശിഹായ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവര് പറഞ്ഞു, ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു. ആരെ കണ്ടെത്തിയിരിക്കുന്നു? ഒരു കാര്യമുണ്ട്, കർത്താവിനെ കണ്ടാൽ അത് വല്ലവരോടും പറയണം. കൈ കൊടുത്ത് പറ, കർത്താവിനെ കണ്ടാൽ അത് വല്ലവരോടും പറയണം. വലിയ പ്രശ്നമുള്ള ഒരാൾ വീട്ടിൽ വന്നാൽ പറയണം, ഞങ്ങളുടെ സഭയിൽ വന്നാൽ മതി, യേശു വിടുവിക്കുമെന്ന് പറയണം. പറയാനുള്ള തൻ്റെ ഇടം ഉണ്ടാവണം. വീട്ടിൽ സന്ധ്യയ്ക്ക് കൈയടിച്ച് പ്രാർത്ഥിക്കണം. ഒരാമയും പറ. എങ്ങനെ? കൈയടിച്ച് ഉറക്കപ്പാട്ട് പാടണം. സിനിമാ പാട്ട് പാടുന്നതിനേക്കാളും നല്ലതാ യേശുവിൻ്റെ പാട്ടുമൊക്കെ പാടുന്നേ. ഒരു സ്വതന്ത്രം പറഞ്ഞേ. അപ്പം അതുകൊണ്ട് ചായരുത്. കൈ കൊടുത്ത് പറ, ചായരുത്. ചിരിച്ചോണ്ട് പറ, എന്തോ ചെയ്യരുത്? ചായരുത്. പിന്നെ എന്താവണം? പാറയാകണം. ഇനി ഏതാ പറയുന്നത്? ആ പ്രോസസ്സിങ് 4 കാര്യം ഇവിടെ നടക്കുന്നത്. 1, പേടിത്തൊണ്ടനെ രാജസ്ഥാനത്തേക്ക് എത്തിക്കുന്ന ദൈവത്തിൻ്റെ ഉദ്ദേശം. പേടിത്തൊണ്ടനെ പരാക്രമശാലിയാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ ഉദ്ദേശം. 2, മക്കളില്ലാത്തവനെ രാജ്യമാക്കുന്ന ദൈവത്തിൻ്റെ ഉദ്ദേശം. 3, ഞാങ്ങണയെ പാറകഷ്ണമാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ ഉദ്ദേശം. 4, കുണ്ടറയിൽ കിടക്കുന്നവനെ അധികാരിയാക്കി മാറ്റുന്ന ഉദ്ദേശം. ദൈവത്തിന് മാത്രമല്ല, നാട്ടുകാർക്ക് നിങ്ങളെക്കുറിച്ച് ഉദ്ദേശമുണ്ട്. 3, പിശാചിന് നിങ്ങളെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. 4, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. 1, എനിക്കെന്നെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. 2, നാട്ടുകാർക്ക് എന്നെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. 3, പിശാചിന് എന്നെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. 4, ദൈവത്തിന് എന്നെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. എന്നെ കുറിച്ചുള്ള 3 ഉദ്ദേശങ്ങളും നടക്കത്തില്ല. ദൈവത്തിന്റെ ഉദ്ദേശം നിറവേറാൻ പോകുകയാ. എന്തോ കൊണ്ട് കേറിയാലും ഒന്നുമില്ലാത്തൊരു വീടാണ് നിങ്ങളുടേത്. ಏನೆಲ್ಲ ತೆಗೆದುಕೊಂಡು ಪ್ರವೇಶ ಮಾಡಿದ್ರು ಏನು ಇಲ್ಲದಂತ ಮನೆ ನಿಮ್ಮ ಮನೆ. എത്ര അധ്വാനിച്ചാലും ഒന്നും വീട്ടിൽ ഉണ്ടാകുന്നില്ല. ಎಷ್ಟೆಲ್ಲ ಕೂಡಿಸಿದ್ರು ಏನು ಮನೆಯಲ್ಲಿ ಆಗ್ತಾ ಇಲ್ಲ. അങ്ങനെയുള്ള ചില ഇവിടെ ഇരിപ്പുണ്ട്. ಈ ರೀತಿ ಇರುವಂತ ಕೆಲವರು ಇಲ್ಲಿದ್ದೀರಿ. അങ്ങനെയുള്ള ചില വീട്ടിൽ അത്ഭുതം നടക്കാൻ പോകും. ಅಂತ ಕೆಲವೊಂದು ಮನೆಗಳಲ್ಲಿ ಅದ್ಭುತ ದೇವರು ಮಾಡುತ್ತಾರೆ. ഏറ്റവും പുറകിരിക്കുന്ന ബ്രദർ, ಆ ಅತ್ಯಂತ ಹಿಂದೆ ಕೂತ್ಕೊಂಡಿರುವಂತ ಸಹೋದರ, അവരുടെ വീട്ടിൽ എന്താ കൊണ്ട് കയറിയാലും ഒന്നും ഉണ്ടാവുന്നില്ല. ಅವರ ಮನೆಯಲ್ಲಿ ಏನು ತೆಗೆದುಕೊಂಡು ಹೋದ್ರು ಕೂಡ ಏನು ಉಳಿಯಲ್ಲ. അതുകൊണ്ട് ആ പുറകിരിക്കുന്ന തലമുടിയുള്ള ബ്രദർ, ಆ ಕೂದಲು ಇರುವಂತಹ ಬ್ರದರ್, ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. ಒಮ್ಮೆ ಎದ್ದು ನಿಲ್ರಿ. ബ്രദറെ, ഞാൻ നിങ്ങളെ കാണുമ്പോൾ യേശുവിനോട് പറയാം. ಸಹೋದರ ಯೇಸು ಸ್ವಾಮಿ ನನಗೆ ಹೇಳ್ತಾ ಇದ್ದಾರೆ, നിങ്ങളുടെ വീട്ടിൽ എന്താ കൊണ്ട് കയറിയാലും ഒന്നും ഉണ്ടാവുന്നില്ല. ನಿಮ್ಮ ಮನೆಯಲ್ಲಿ ಏನೆಲ್ಲ ತೆಗೆದುಕೊಂಡು ಹೋದ್ರು ಕೂಡ ಏನು ಉಳಿತಾ ಇಲ್ಲ. പക്ഷെ ഇന്ന് രാവിലെ നിങ്ങളുടെ വീട്ടിൽ അത്ഭുതം നടക്കാൻ പോകും. ಆದ್ರೆ ಇವತ್ತು ದೇವರು ನಿಮ್ಮ ಮನೆಯಲ್ಲಿ ಅದ್ಭುತ ನಡೆಯುತ್ತೆ. കൈയടിച്ച ദൈവത്തിനൊരു സ്വന്തം ನಿಮ್ಮನ್ನು ಕೊಂದು ಹಾಕಲು ವಿಷಾದಿ ಜಗತ್ತಿನೆದುರೇ ಒಂದು ಪೈಶಾಚಿಕ ಆಧಿಪತ್ಯ ಒದಗಿದ ಸೈತಾನ ನಿಮ್ಮ ಮುಂದೆ ನಿಮ್ಮ ಮೇಲೆ ಒಂದು ಸೈತಾನನ ಅಧಿಕಾರವನ್ನು ಇಟ್ಟಿದ್ದಾರೆ. ಮತ್ತು ಪರಿಶುದ್ಧಾತ್ಮ ವ್ಯಕ್ತಿ ಕೂಡ അദ്ദേഹം അടുത്ത പ്രാവശ്യം ഇവിടെ വരുന്നത് ഒരു തലമുറയെ കൊണ്ടാണ്. ಆ ಒಂದು ಆಪತ್ತಿನ ಮೂಲಕವಾಗಿ ನಿಮ್ಮನ್ನ ನಾಶ ಮಾಡುವುದಕ್ಕೆ ಸೈತಾನ ಕಾರ್ಯ ಮಾಡಿದ್ದ. ദൈവത്തിന്റെ കരുതല നടത്തിയതാണ്. ದೇವರ ಒಂದು ಪೋಷಣೆ ಪರಿಪಾಲನೆಯಿಂದ ದೇವರು ಇದುವರೆಗೆ ನಡೆಸಿದ್ದಾನೆ. ദൈവം വീട്ടിൽ എന്നാ ഉണ്ടാക്കിയതിലും ഒന്നും ഉണ്ടാവുന്നില്ല. ಮನೆಗೆ ಏನೆಲ್ಲ ತೆಗೆದುಕೊಂಡು ಹೋದ್ರು ಕೂಡ ಏನು ಉಳಿತಾ ಇಲ್ಲ. സത്യം.
ഇന്ന് തൊട്ട് ഇദ്ദേഹത്തിന്റെ സ്ഥിതി മാറും. ಇವತ್ತಿನಿಂದ ಇವರ ಪರಿಸ್ಥಿತಿ ಬದಲಾಗ್ತದೆ. ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യും. ಒಂದು ಎಗ್ರಿಮೆಂಟಿನಲ್ಲಿ ಸೈನ್ ಮಾಡಲಾಗ್ತದೆ. ദൈവം നിങ്ങൾക്ക് വേണ്ടി സ്വന്തമായിട്ടൊന്ന് തരാമോ? ದೇವರು ನಿಮಗೋಸ್ಕರ ಸ್ವಂತವಾಗಿ ഒന്ന് കൈയടിച്ച് ദൈവത്തിന് സ്വന്തമാകാൻ ദൈവത്തിന്റെ ഒരു അത്ഭുതം നടക്കാമോ? എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് കേട്ടപ്പോൾ സന്തോഷമാണ്. ಪೂರ್ಣ ನಂಬಿಕೆ ನನಗಿದೆ ಎಂಬುದಾಗಿ ಕೇಳುವಾಗ ಸಂತೋಷ ಆಯಿತು. ഞാൻ പരിശുദ്ധാത്മാവിനെ പറഞ്ഞു നിങ്ങളുടെ ನಾನು ನಿಮಗೆ ಪವಿತ್ರಾತ್ಮನ ಮೂಲಕ ಹೇಳಿದ್ದೇನೆ. അടുത്ത വർഷം ഈ സമയത്ത് നിങ്ങൾ പരമ്പരയെ കൊണ്ട് ഇവിടെ വരും. ಮುಂದಿನ ವರ್ಷ ಇದೇ ಸಮಯದಲ್ಲಿ ಒಂದು ತಲೆಮಾರು വൈദ്യശാസ്ത്രം എഴുതി തള്ളിയത് നമ്മുടെ വീട്ടിൽ നടക്കാൻ പോവാ. ಹೌದು, ಈ ವೈದ್ಯಕೀಯ ಒಂದು ವಿಜ್ಞಾನ ಆಗುವುದಿಲ್ಲ ಅಂತ ಹೇಳಿದಂತ ಕಾರ್ಯವನ್ನು ಇವರು ಮಾಡ್ತಾರೆ. അങ്ങനെ ദൈവപ്രവൃത്തി അവിടെ സംഭവിക്കും. ಆ ರೀತಿ ದೇವರ ಒಂದು ಕಾರ್ಯ നീ നിന്റെ വീട്ടിൽ കൊണ്ടുവരുന്ന സമ്പാദ്യം ഇവരുടെ വീട്ടിൽ ഒതുങ്ങാൻ പോകും. ಇವತ್ತಿನಿಂದ ಮನೆಗೆ ತೆಗೆದುಕೊಂಡು ಬರುವಂತ ಸಂಪಾದನೆ ಇವರ ಕುಟುಂಬದ ನಿಮ್ಮ ಕುಟುಂಬದ ಉಪಯೋಗಕ್ಕೆ ಬರ್ತದೆ. ഇവർക്കെതിരെ എഴുതി കെട്ടിയ ഒരു ബന്ധനത്തിന്റെ സൂത്രമുണ്ട്. ಈ ನಿಮ್ಮ ವಿರುದ್ಧವಾಗಿ ಬರೆದು ಕಟ್ಟಿ ಹಾಕಿರುವಂತ ಒಂದು ಬಂಧನದ ಒಂದು ಕಾರ್ಯ ಇದೆ. ഇവരുടെ വീട്ടിൽ ഒരു മരണപ്പന്തൽ വലിച്ചു കെട്ടണമെന്നായിരുന്നു പിശാചിന്റെ ನಿಮ್ಮ ആഗ്രഹം. ಮನೆಯಲ್ಲಿ ಒಂದು ಮರಣದ ಚಪ್ಪರವನ್ನು ಹಾಕಬೇಕು ಅಂತ ಸೈತಾನಿಗೆ ಬಯಕೆ ಇತ್ತು. അതിന്റെ നടുവിൽ ദൈവത്തിന്റെ അത്ഭുതം എന്ന് പകരം ഉണ്ടാകാൻ പോവാ. ಅದರ ಮಧ್ಯದಲ್ಲಿ ದೇವರ ಅದ್ಭುತ ಇವತ್ತು ನಡೀತದೆ. ഒന്ന് സഭ ദൈവത്തിന് കൈവടിച്ച് ആമേൻ പറയട്ടെ. എത്ര വർഷം മുമ്പ് ആക്സിഡന്റ് ആയി 8 വർഷം 10 വർഷം. ഓ ഇദ്ദേഹത്തിന് 10 വർഷം മുമ്പ് ആക്സിഡന്റ് ഉണ്ടായിരുന്നു. 10 ವರ್ಷಗಳ ಹಿಂದೆ ಇವರಿಗೆ ಆಕ್ಸಿಡೆಂಟ್. ഒന്ന് കൈയടിച്ച ദൈവത്തിന് സ്വന്തം ഇന്നെ അറിയാവുന്ന ഒരു ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. ഒന്ന് ശക്തിയോട് ഹല്ലേലൂയ പറഞ്ഞേ. കണ്ടപ്പോ യേശു എന്നോട് പറഞ്ഞ് അപകടത്തിൽ ഇദ്ദേഹത്തെ കൊന്നുകളയാൻ പിശാച് നോക്കിയാണ്. ನಾನು ಇವರನ್ನ ಕಂಡಂತ ಸಮಯದಲ್ಲಿ ಯೇಸು ಸ್ವಾಮಿ ನನಗೆ ಹೇಳಿದ್ರು, ಅಪಘಾತದ ಮೂಲಕ ಇವರನ್ನ ಕೊಂದು ಹಾಕುವುದಕ್ಕೆ ಸೈತಾನ ಮನಸ್ಸು ಮಾಡಿದ್ದ ಎಂಬುದಾಗಿ. ഞങ്ങളുടെ തമ്മിൽ ഒരു പരിചയമില്ല. ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಯಾವ ಪರಿಚಯವೂ ಇಲ್ಲ. ആരാന്നറിയത്തില്ല. ಇವರು ಯಾರು ಎಂಬುದು ನನಗೆ ಗೊತ್ತಿಲ್ಲ. ഇദ്ദേഹത്തെ എന്നെ അറിയാവുന്ന ഒരു യേശുവുണ്ട്. ಆದರೆ ಮತ್ತು ನನ್ನ ಪರಿಚಯ ಇರುವಂತ ಒಬ್ಬ ಯೇಸು ಸ್ವಾಮಿ ಇದ್ದಾರೆ, ಅವರು ಇಲ್ಲಿದ್ದಾರೆ. 10 വർഷം മുമ്പ് അപകടം ഉണ്ടായിരുന്നു. 10 ವರ್ಷಗಳ ಹಿಂದೆ ಅಪಘಾತ ಆಗಿತ್ತು. മൂന്ന് പേര് ബൈക്കിലുണ്ടായിരുന്നു. 10 വർഷം മുമ്പ് ആക്സിഡന്റ് സംഭവിച്ചപ്പോൾ 2 പേര് മരിച്ചു. അദ്ദേഹത്തെ ദൈവം രക്ഷിച്ചു. 10 വർഷം മുൻപ് അപകടം ഉണ്ടായ 3 പേര് ഉണ്ടായിരുന്നു. 3 പേര് ഒന്നിച്ച് യാത്ര ചെയ്ത 2 പേരും മരിച്ചു. അദ്ദേഹം ആയുസ്സോടെ സൂക്ഷിക്കപ്പെട്ടു. ഓ ഒന്ന് കണ്ടേ, നിങ്ങൾ ഒന്ന് കണ്ടേ, ഒന്ന് കരമടിച്ചു ദൈവത്തിനൊന്ന് ശ്വാസം പറഞ്ഞേ. ഒന്ന് കരമുയർത്തി ആമേൻ പറഞ്ഞേ. ಓ ಕರಗಳಲ್ಲಿ ದೇವರಿಗೆ ಯಾವ ಏನು ಹೇಳ್ರೆ? യേശു ജീവിക്കുന്നു. യേശു മശിക്കി. യേശു മശിക്കി. ಅನಿಲ್ ಅಂತ ನನ್ನ ಹೆಸರು. ನಾನು ವಿಶ್ವಾಸಿಯಾಗಿದ್ದೇನೆ. ನನ್ನ ಫ್ಯಾಮಿಲಿ ಪ್ರಾರಂಭದಿಂದಲೂ ದೇವರನ್ನು ಅರಿತುಕೊಂಡವರು. ನಾನು ಫ್ಯಾಮಿಲಿಯಿಂದ ಬಂದವನು. ರೋಮನ್ കാർവാർ ഡിസ്ട്രിക്റ്റിൽ ഹൊന്നവാർ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ എൻ്റെ ചെറുപ്രായം മുതൽ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെടുവാനായിട്ടിടയായിത്തീർന്നു. എന്നാൽ ഞാൻ ക്രിസ്തീയമായ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാതെ ഹിന്ദുക്കളോട് കൂടുതൽ ഹിന്ദു ദൈവങ്ങളെ ആരാധിക്കുവാനും അതിൻ്റെ മുമ്പിൽ ഞാൻ മുഴങ്കാൽ മടക്കുവാനും അതിനെ സേവിച്ച് എൻ്റെ ജീവിതം കളയുവാനും ഇടയായിത്തീർന്നു. എൻ്റെ ജീവിതത്തിൽ അനേക കഷ്ടങ്ങളും അനേക പ്രശ്നങ്ങളും അനേക ആക്സിഡൻറ്റുകളും കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നു. ഒരിക്കൽ 3 പേര് ഞങ്ങൾ ചേർന്ന് മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വലിയൊരു ട്രക്ക് കടന്നു വന്ന് ഇടിക്കുവാൻ ഇടയായിത്തീർന്നു. സ്പോട്ടിൽ തന്നെ എന്നോട് ഒപ്പം യാത്ര ചെയ്യുന്ന 2 പേര് അവിടെ മരിക്കുവാനിടയായി. എന്നാൽ ദൈവം എന്നെ സൂക്ഷിച്ചു. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ കടഭാരങ്ങൾ അധികമായി കഴിഞ്ഞപ്പോൾ ഒരിക്കൽ അത് സഹിക്കുവാൻ കഴിയാതെ വണ്ണം ഞാൻ 40 ഉറക്കഗുളിക തിന്ന ശേഷം ഇവിടെ അടുത്ത് ഉന്നവാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ശരാവതി എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജുണ്ട്. അവിടുന്ന് തല കുത്തനെ ചാടുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ കരുതൽ നിമിത്തമായിട്ട് എന്നെ അവിടെ കൂടെ കടന്നു വന്ന ആ വഞ്ചിക്കാരൻ രക്ഷിക്കുവാനിടയായി. എന്നാൽ 3 ദിവസത്തോളം ഞാനൊരു കോമ സ്റ്റേജിലായിരുന്നു. അതിനുശേഷം ഞാൻ ബോധം തെളിയുവാനിടയായി തീർന്നു. എൻ്റെ ജീവിതത്തിൽ എൻ്റെ മരണത്തിന്റെ അനുഭവം വീണ്ടും കടന്നു പോകുവാനിടയായി തീർന്നില്ല. എൻ്റെ ജീവിതത്തിന്റെ ഓരോ അനുഭവത്തിലും അനവധി അപകടങ്ങൾ എൻ്റെ ജീവിതത്തെ തകർത്ത് കളയുവാനായിട്ടിടയായി തീർന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ അടുത്തുള്ള ശിരൂർ എന്ന് പറയുന്ന
ആ സഭയിൽ കടന്നു വന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ പാസ്റ്റർ ബിനു പാസ്റ്റർ ഈ കൂട്ടത്തിൽ കടന്നു വരുന്നുവെന്ന് കേൾക്കുവാൻ ഇടയായി തീർന്നു പത്തനംതിട്ടയിൽ നിന്നും. അതുകൊണ്ട് ഞാൻ കടന്നു വന്ന് യോഗത്തിന് സംബന്ധിക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ ഏറ്റവും പുറയിലാണ് ഇരുന്നത്. ആ സമയത്ത് കർത്താവിന്റെ ദാസൻ ബിനു പാസ്റ്റർ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതായ ആപത്തിനെ കുറിച്ച് ദൈവത്തിന്റെ ദാസനോട് സംസാരിക്കുവാൻ ഇടയായി തീർന്നു. നീ ലോകത്തിൽ നിന്നും എന്നേ മാറ്റപ്പെടേണ്ട വ്യക്തിയായിരുന്നു എന്ന് ദൈവദാസൻ സംസാരിക്കുവാൻ ഇടയായി തീർന്നു. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ആക്സിഡന്റുകളുടെ അനന്തരഫലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ ഏഴിൽ നിന്നും എൻ്റെ കാല് വിട്ടുപോകുവാൻ ഇടയായി തീർന്നു. എൻ്റെ കാലുകൾ പല തുണ്ടുകളായ കാലുകളാണ്. കാലുകൾ ഇപ്പോഴും അനേക പ്ലേറ്റും അതുപോലെ കമ്പിയും ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ തലയോട്ടി ഇളകി മാറിയ അനുഭവത്തിലാണ് അത് ഫിറ്റ് ചെയ്തിരിക്കുക. ഇവിടേക്ക് ഒരു വലിയ കല്ല് വന്ന് പതിക്കുവാനിടയായി തീർന്നു. അത് മാത്രമല്ല എൻ്റെ ഈ പല്ലിൻ്റെ സെറ്റുകൾ കംപ്ലീറ്റ് തകർന്ന് തരിപ്പണമായത്. ഇപ്പോൾ ഞാൻ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പല്ലുകളാണ് ഉപയോഗിക്കുവാനായിട്ടിടയായി തീർന്നിരിക്കുന്നത്. എൻ്റെ രക്തം കംപ്ലീറ്റ് വാർന്നു പോകുവാനിടയായി തീർന്നു. ഈ വിഷയമായിട്ടുള്ള കാര്യങ്ങളെ ദൈവത്തിന്റെ ദാസൻ പ്രവചനാത്മാവിൽ എന്നോട് സംസാരിക്കുവാനിടയായി തീർന്നു. ആ പദ്ധതികളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാനിടയായി. അത് മാത്രമല്ല പ്രവചനാത്മാവിൽ ദൈവത്തിന്റെ ദാസൻ എന്നോട് ഇങ്ങനെ സംസാരിക്കുവാനിടയായി. നിന്നെ അതിശക്തമായി ദൈവവേല ഞാൻ വരും ദിവസങ്ങളിൽ ഉപയോഗിക്കുവാനിടയായി തീരും. വരും ദിവസങ്ങളിൽ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി നിന്നെ എന്റെ കരങ്ങളിൽ എടുക്കും എന്ന് പറയുവാനിടയായി. ഇന്ന് ഞാൻ ജീവിക്കുന്ന ദൈവത്തിന്റെ കൃപയാണ്. എൻ്റെ പേര് പ്രിൻസി. ഞാൻ കുഞ്ഞക്കാട്ട് ചോദിക്കുന്നു. അവൻ്റെ പേര് ഏബൽ. അവന് 17 വയസ്സുണ്ട്. അവന് ഭയങ്കര നടുവേദന തലവേദനയായിട്ട് ഭാരപ്പെട്ടു. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് എനിക്ക് വൈറൽ ഫീവറാന്ന് പറഞ്ഞു. അവൻ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും പിന്നെ ഒട്ടും ഭയങ്കര ക്ഷീണം. അവൻ ആഹാരം കഴിക്കുന്നില്ല. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് പിന്നെ ഞങ്ങൾ കൊയ്യാലി ഹോസ്പിറ്റലിൽ ചെന്ന് കൗണ്ട് നോക്കിക്കൊണ്ട് 45,000 കൗണ്ട് കുറഞ്ഞു. പിന്നെ WC എന്ന് പറയുന്നത് അത് 2000, നമുക്ക് 6000 വേണ്ടിയിട്ട് 2460 ഉള്ളായിരുന്നു. അങ്ങനെ കൗണ്ടുകൾ കുറഞ്ഞ ആ സമയത്ത് ഞാൻ പാസ്റ്ററെ വിളിച്ചു. പാസ്റ്റർ ഇതുപോലെ മോൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. പാസ്റ്റർ ശനിയാഴ്ച വീട്ടിൽ വന്നു. അവരുടെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചു. ആ നിമിഷം എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. എന്റെ കുഞ്ഞിന് ദൈവം സൗഖ്യം അവന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും ഇവന് വയ്യ, ക്ഷീണോ. ഞാൻ വിളിച്ചു പറഞ്ഞു, അമ്മ എനിക്ക് വയ്യ, ഇനി ഞാൻ വരുന്നില്ല, ഞാൻ അടുത്ത ആഴ്ച ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ എന്നോട് അമ്മ വീരാമ്മയോട് ഞങ്ങൾ ഒന്നിച്ചിട്ട് ആരാധനയ്ക്ക് ഒരു സമയത്ത് പാസ്റ്റർ പറഞ്ഞു, കൗണ്ട് കുറയുന്നവരുടെ വേണ്ടി പ്രാർത്ഥിക്കും. ഈ നിമിഷം കൗണ്ട് കൂടും. അതിനു മുമ്പേ പാസ്റ്റർ തലേ കൈ വെച്ചപ്പോഴേ എനിക്കറിയാം കൗണ്ട് കൂടി. എനിക്ക് ഭാരമില്ലായിരുന്നു. ഇതിനെക്കുറിച്ച് ഒരു വിഷമവും ഇല്ലായിരുന്നു. ഞങ്ങൾ തിങ്കളാഴ്ച ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ 2,40,000 നിങ്ങൾ ആർത്ത് വിളിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞു. എല്ലാവരും കൂടെ ഒന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചേ. പിതാവേ, ഞങ്ങൾ അധികാരത്തോടെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളെ മേലങ്ങ് ചെയ്യുന്ന വിടുതലിന് ദൈവത്തിന്റെ അത്ഭുതങ്ങൾക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവ് എനിക്ക് ഈ നിമിഷം ഒരു നിയോഗം തരുകയാണ്. ഇപ്പൊ ഈ സമയത്ത് കേരള സംസ്ഥാനം മുഴുവൻ ഡെങ്കു ഫീവറിന്റെ ഭീഷണി കൊണ്ട് നമ്മുടെ പല ആളുകളും ഭാരപ്പെടുകയാ. സഭ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. സമൂഹത്തോട് നമുക്ക് കടപ്പാടുണ്ട്, നമ്മുടെ ദേശത്തോട് നമുക്ക് കടപ്പാടുണ്ട്. എല്ലാരും കൂടെ ഒരുമിച്ച് സഭ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഓ യേശുവിന്റെ നാമത്തിൽ കൗണ്ട് കുറയുന്ന വ്യക്തികൾ ഇപ്പോൾ വിശ്വാസത്തോടെ ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മേൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ സംഭവിക്കുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ അത് സംഭവിക്കട്ടെ. അധികാരത്തോടെ സ്വർഗം അത് ചെയ്യുന്നതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. പ്രിയപ്പെട്ടവരെ, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ വന്ദനം ചെയ്യുന്നു. എല്ലാം നഷ്ടപ്പെട്ടു പോയ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ചുഴലിക്കാറ്റിൽ ഇറങ്ങി വന്ന ദൈവം നഷ്ടപ്പെട്ടത് മുഴുവൻ അവന് മടക്കി കൊടുത്തു. നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയത് മുഴുവൻ കർത്താവ് നിങ്ങൾക്ക് മടക്കിത്തരും. നിങ്ങൾ എവിടെയാണെങ്കിലും ഞങ്ങളോട് ചേർന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കുക. സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കും. നിങ്ങൾ എത്ര തകർച്ചയിലാണെങ്കിലും, എത്ര പ്രതിസന്ധിയിലാണെങ്കിലും, എത്ര പ്രതികൂലത്തിലാണെങ്കിലും ഞങ്ങളോട് ചേർന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കുക. പരിശുദ്ധ പ്രിയ പിതാവേ, ലോകം മുഴുവൻ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ജീവിതത്തിനകത്ത് ഒത്തിരി തകർച്ചയോടെ എന്നെ കേൾക്കുന്ന ചില വ്യക്തികളുടെ മേൽ അത്ഭുത ദൈവത്തിൻ്റെ വിടുതലുകൾ സംഭവിക്കുക. കുടുംബജീവിതത്തിൽ പ്രവേശിച്ചിട്ട് തലമുറകളില്ലാതെ
ജീവിതം അവസാനിപ്പിക്കാമെന്ന് പ്രതീക്ഷിക്കുന്ന ചില കുടുംബങ്ങൾ എന്നെ കേൾക്കുകയാണ്. പരിശുദ്ധാത്മാവിനോട് പറയുക, ഈ ദിവസങ്ങളിൽ തന്നെ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി മറുപടി തരാൻ തുടങ്ങുക. എന്ത് ബിസിനസ് തുടങ്ങിയിട്ടും പരാജയപ്പെടുന്ന ചില വ്യക്തികളുടെ മേൽ ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് അനുകൂലമായി ഈ ദിവസങ്ങളിൽ തന്നെ വ്യാപരിക്കാൻ തുടങ്ങുക. അധികാരത്തോടെ യേശുവിൻ നാമത്തിൽ രോഗികൾ കൂട്ടമായി സൗഖ്യമാകട്ടെ. ദൈവത്തിൻ്റെ ശക്തമേറിയ പ്രവൃത്തി ഓരോ കുടുംബങ്ങളിലും വെളിപ്പെട്ടു വരട്ടെ. പരിശുദ്ധാത്മാവാം ദൈവം എന്നെ ഒരു വെളിപ്പാട് കാണിക്കുക. 44 വയസ്സ് തോന്നിക്കുന്ന ഒരു സഹോദരി, 44 വയസ്സുള്ള ഒരു സഹോദരി ബ്ലഡ് ക്യാൻസർ കൊണ്ട് ഭാരപ്പെടുകയാണ്. ആ വ്യക്തി ഈ നിമിഷം കർത്താവ് സൗഖ്യമാക്കാൻ പോകുകയാണ്. അധികാരത്തോടെ യേശുവിൻ നാമത്തിൽ ക്യാൻസർ രോഗികൾ സൗഖ്യമാകട്ടെ. ദൈവത്തിൻ്റെ അത്ഭുത സൗഖ്യങ്ങൾ ഓരോ കുടുംബത്തിലും വ്യാപരിക്കട്ടെ. ഹാർട്ടിൻ്റെ പ്രോബ്ലങ്ങൾ മാറിപ്പോകട്ടെ. ശ്വാസം മുട്ടലിൻ്റെ അസ്വസ്ഥതകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മാരക രോഗങ്ങൾ അധികാരത്തോടെ സൗഖ്യമാകട്ടെ. ദൈവപ്രവൃത്തി കൊണ്ട് മാനിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. പ്രിയപ്പെട്ടവരെ, എല്ലാ ഞായറാഴ്ചയും നടക്കുന്ന സന്തോഷ് മുക്കിന് നടക്കുന്ന എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻ്ററിലെ ആരാധനയ്ക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാം. പത്തനംതിട്ട പുത്തൻപീടികയിലുള്ള സന്തോഷ് ജംഗ്ഷനിൽ ആരാധനകൾ നടക്കുന്നു. രാവിലെ 9:30 മുതൽ 1 മണി വരെ ആരാധനകൾ നടക്കുന്നു. നിങ്ങൾക്ക് ആരാധനയിൽ പങ്കെടുക്കാം. അത്ഭുത വിടുതലുകളും ദൈവത്തിൻ്റെ പ്രവർത്തികളും നിങ്ങൾക്ക് കണ്ണാലെ കാണാം. ആരാധനയിലേക്ക് നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആത്മീക ആരാധനകൾക്കും വിടുതലിൻ ശുശ്രൂഷകൾക്കുമായി എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:30 മണി മുതൽ 1 മണി വരെ പത്തനംതിട്ട സന്തോഷ് ജംഗ്ഷന് സമീപം റോയൽ എൻഫീൽഡ് ഷോറൂമിന്റെ 1-ാം നിലയിൽ ആത്മീക ആരാധനകൾ നടത്തപ്പെടുന്നു. ഏവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാ ചൊവ്വാഴ്ചകളിലും പത്തനംതിട്ട കോളേജ് റോഡ് മണ്ണിൽ റീജൻസിയിൽ വെച്ച് രാവിലെ 10 മണി മുതൽ 1 മണി വരെ വിടുതലിൻ ശുശ്രൂഷകൾ നടത്തപ്പെടുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി 0468 222 0207 എന്ന നമ്പറിലോ 9446115091 എന്ന നമ്പറിലോ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9447230207. Our website address www.elohimgwc.com. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 9446115091.